അല്ല, ഇപ്പോഴാണ് രത്നമ്മേ നിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള രൂപം കിട്ടിയത്. നല്ല അസൽ പുള്ളിപ്പുലിയുടെ രൂപം. ഒന്ന് പോകുന്നുണ്ട് വിജയേട്ടാ. തമാശ പറയാൻ കണ്ട ഒരു സമയം. കണ്ണാടി നോക്കുമ്പോഴേക്കും എന്റെ ചങ്ക് കലങ്ങ. എടി, അത്രയ്ക്ക് വിഷമിക്കാനൊന്നുമില്ല. അകലേന്ന് കണ്ടാ തിരിച്ചറിയില്ല. അടുത്ത് വന്നു നോക്കിയാൽ മാത്രം അവിടെ ഇവിടെയൊക്കെ കുറച്ച് പുള്ളിക്കുത്ത് കാണും. സ്കൂളിൽ പോണ്ട വിജയേട്ടാ. അവിടെ ചെല്ലുമ്പോൾ സ്റ്റുഡൻസിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ അടുത്ത് വരരുതെന്ന് പറയാൻ പറ്റുമോ? ചോദിക്കുന്നവരോട് സത്യം പറയണം. ഇതത്രയ്ക്ക് വലിയ മഹാവ്യാധിയൊന്നുമല്ലല്ലോ. ഇത് പിന്നെ നിസ്സാര രോഗാണോ? കഴിഞ്ഞ 2 ആഴ്ച ഞാൻ അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും. എന്തായാലും അത് കഴിഞ്ഞു കിട്ടിയല്ലോ. ഭാഗ്യത്തിന് പിള്ളേർക്കൊന്നും അസുഖം വന്നില്ല. അത് തന്നെ ഏറ്റവും വലിയ സമാധാനം. അങ്ങനെ സമാധാനിക്കാൻ വരട്ടെ വിജയ. പനി കഴിഞ്ഞ ഒരാൾ കുളിച്ചു കഴിയുമ്പോഴാ സാധാരണ അടുത്ത ആൾക്ക് പനി ഉണ്ടാവുന്നത്. അമ്മ വെറുതെ അതും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാതെ. പേടിപ്പിക്കുന്നതാണോ? ഞാൻ ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനിയാ സൂക്ഷിക്കേണ്ടത്. ഞാനിതെന്തുമാത്രം കണ്ടിരിക്കുന്നു. പണ്ടൊക്കെ 5ാം പനി വരാത്ത വീടുണ്ടോ? ഈ അസുഖം വരാതിരിക്കാൻ ഹോമിയോപ്പതിയിലെന്തോ പ്രിവെന്റീവ് മെഡിസിൻസ് ഒക്കെ ഉണ്ട്. ചിലർക്ക് ഫലിക്കും. എനിക്ക് സൂര്യക്കും അപ്പുണ്ണിക്കും ആ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വിജയേട്ടാ. ഇതിന്റെ വേദന ചൊറിച്ചിലൊന്നും പിള്ളേർക്ക് സഹിക്കാൻ പറ്റില്ല. ജാനി ഒരു കുട്ടിയാ രത്നമ്മേ. വേദനയും കഷ്ടപ്പാടും അവൾക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ഓ, എങ്കിൽ അവക്കും കുറെ വാരിക്കൊട്. ആര് പറഞ്ഞു വേണ്ടാന്ന്? അതെ, ഈ പാട് മാറാൻ ഹോമിയോയില് വല്ല മരുന്നുണ്ടോന്നും കൂടി ചോദിക്കണേ. ഓ, ഇംഗ്ലീഷിലും ഹോമിയോപ്പതിയിലൊന്നും അതിന് പറ്റിയ മരുന്ന് കാണത്തില്ലെന്നേ. ചന്ദനം, രാമച്ചം, കൊട്ടം, നാൽപ്പാമര, അങ്ങനെ കുറേ പച്ചമരുന്നുകളുണ്ട്. അതിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വേണം കുളിക്കാൻ. ഈ പുള്ളിയും പാണ്ടും ഒക്കെ ഞൊടിയിട മാറും. ഞാനിതൊക്കെ വേണ്ട പോലെ പറഞ്ഞ ജാനിയെ കൊണ്ട് മുഖത്തെ പാട് പോണെങ്കിൽ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഓ, ക്ഷീണം ഇത്തിരി കുറഞ്ഞിട്ട് വേണം വീടെല്ലാം ഒന്ന് നേരെ ചൊവ്വയാക്കാൻ. എന്റെ കണ്ണും കൈ എത്താത്തതുകൊണ്ടേ മുഴുവൻ അലങ്കോലപ്പെട്ട് കിടക്കുക. ഓ, എന്നെ അലങ്കോലം? അടിച്ചു വാരിയേം തൂത്തു തുടക്കുകയൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. മുടങ്ങാതെ ഞാനതൊക്കെ ജാനിയെ കൊണ്ട് പറഞ്ഞു ചെയ്യിക്കുമായിരുന്നു. നിങ്ങളുടെ നിർദ്ദേശം ഇല്ലെങ്കിലും എന്റെ മോൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്തേനെ. രത്നമ്മയെ നോക്കാനെന്ന് പറഞ്ഞ് 2 ആഴ്ച കൂടെ വന്ന് നിന്നിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് ഗുണമുണ്ടായി? എന്റെ ജാനി മോൾക്ക് ഒന്നിന് പകരം 2 രോഗികളെ നോക്കേണ്ടി വന്നു. എന്നും കേൾക്കുന്നതിന്റെ ഇരട്ടി ചീത്ത കേൾക്കേണ്ടി വന്നു. വേറെ പ്രയോജനമൊന്നും നിങ്ങളെ കൊണ്ട് ഈ വീട്ടിൽ ഉണ്ടായിട്ടില്ല.